ദശകങ്ങളായി ഇരവുചിറ ഗ്രാമത്തിന് വിദ്യയുടെ വിത്ത് വിതറി, മൂല്യങ്ങളുടെ മരമുയർത്തി, സംസ്കാരത്തിന്റെ സൂര്യൻ തെളിയിച്ച് അക്ഷരദീപങ്ങൾ അണയാതെ മുന്നോട്ട് നയിക്കുന്ന തോട്ടയ്ക്കാട് സെയിൻറ് ജോർജ് യു പി സ്കൂൾ ഇന്ന് 88ാമത്തെ വാർഷികം ആഘോഷിക്കുന്നു. അക്ഷരനഗരിയുടെ അക്ഷരവിപ്ലവത്തിന് അരികുകൾ പാകിയ നമ്മുടെ വിദ്യാലയം അക്ഷരം തേടിയെത്തിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അഭയമരുളി. സമത്വവും സർഗാത്മകതയും സമന്വയിപ്പിച്ച് ഇനിയും വരും തലമുറകൾക്കായി അക്ഷരഹസ്തങ്ങൾ വിരിച്ചു നിലകൊള്ളുന്നു. വർത്തമാന കാലഘട്ടത്തിൽ തുല്യതയും ബഹുസ്വരതയും ഉയർത്തിപ്പിടിച്ച് സാങ്കേതിക സൗഹൃദങ്ങളായ ക്ലാസ് മുറികളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ഒരുക്കി പ്രത്യാശയുടെ പച്ചത്തുരുത്തായി, പ്രതീക്ഷയുടെ തിരുനാളമായി ഈ വിദ്യാലയം എന്നും പ്രശോഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 2025-26 അധ്യയന വർഷത്തെ തോട്ടയ്ക്കാട് സെയിൻറ് ജോർജ് യു പി സ്കൂളിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് ഏറെ ആദരവോടെ അംഗീകാരത്തിനായി പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. ചങ്ങനാശ്ശേരി ദേവമാതാ പ്രൊവിൻഷ്യൽ റെവറൻഡ് സിസ്റ്റർ ബ്രിജി FCC കോർപ്പറേറ്റ് മാനേജറായിരിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ ലോക്കൽ മാനേജർ റെവറൻഡ് സിസ്റ്റർ ബ്രിജിറ്റ് FCCയും ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ കരുണ FCCയുമാണ്. 14 ഡിവിഷനുകളിലായി 300-ലധികം കുട്ടികളും ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ കരുണയുടെ നേതൃത്വത്തിൽ 16 അധ്യാപകരും 6 അനധ്യാപകരും ഈ സ്കൂളിൻ്റെ ഭാഗഭാക്കുകളാണ്. 2025 മെയ് 28-ന് സ്റ്റാഫ് കൗൺസിൽ രൂപീകരിക്കുകയും പുതിയ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. സീനിയർ അസിസ്റ്റന്റ് ശ്രീ ജോമോൻ മാത്യു, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി സൗമ്യാമോൾ തോമസ്, SRG കൺവീനറായി സിസ്റ്റർ ബിന്നി ദേവസ്യ, ബത്സാറായി സിസ്റ്റർ ടെൻസി, PTA സെക്രട്ടറിയായി ശ്രീമതി മോളമ്മ CA എന്നിവരെ തെരഞ്ഞെടുത്തു. ഹെഡ് ടീച്ചർ തസ്തികയിൽ സേവനമനുഷ്ഠിച്ച ശ്രീമതി പ്രീജാമോൾ MP മാതൃവിദ്യാലയത്തിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ശ്രീമതി സവിത സാറ ചാണ്ടി പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. നമ്മുടെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ കരുണ, സംസ്കൃതം അധ്യാപികയായ റെവറൻഡ് സിസ്റ്റർ ജോയൽ ഇവർ ഈ വർഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നു. സ്കൂൾ അസംബ്ലി വ്യക്തിത്വ വികസനത്തിൻ്റെയും നേതൃപാഠവത്തിൻ്റെയും ആദ്യ പാഠങ്ങൾ പകർന്നു നൽകുന്ന സ്കൂൾ അസംബ്ലി ക്ലാസ് അടിസ്ഥാനത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ നടത്തപ്പെടുന്നു. അധ്യയനം 2025 ജൂൺ 2-ാം തീയതി വർണ്ണാഭമായ പ്രവേശനോത്സവ പരിപാടികളോടെ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. തോരണങ്ങളും ബലൂണുകളും കൊണ്ട് അലങ്കരിച്ച സ്കൂൾ അങ്കണത്തിൽ പ്രഥമാധ്യാപിക റെവറൻഡ് സിസ്റ്റർ കരുണ അക്ഷരത്തൊപ്പികളും ബലൂണുകളും നൽകി നവാഗതരെ സ്വീകരിച്ചു. തുടർന്ന് PTA പ്രസിഡന്റ് ശ്രീ സന്ദീപ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം ഇരവുചിറ സെന്റ് മേരീസ് വികാരി റെവറൻഡ് ഫാദർ ജെയിംസ് അത്തിക്കളം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റെവറൻഡ് സിസ്റ്റർ ബ്രിജിറ്റ്, ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ കരുണ, വാർഡ് മെമ്പർ ശ്രീ കുര്യച്ചൻ പരത്തോട് എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. നവാഗതരായ LP കുട്ടികൾക്ക് സ്കൂൾ ബാഗും UP കുട്ടികൾക്ക് നോട്ട്ബുക്കുകളും എല്ലാ കുട്ടികൾക്ക് മധുരവും വിതരണം ചെയ്തു. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ കുട്ടികൾ സ്കൂളിൽ എത്തിച്ചേരുന്നു. 9:20-ന് അധ്യാപകരുടെ പ്രാർത്ഥന, തുടർന്ന് കുട്ടികളുടെ ഈശ്വര പ്രാർത്ഥന, പ്രതിജ്ഞ, പത്രവായന ഇവയ്ക്ക് ശേഷം ക്ലാസുകൾ ആരംഭിക്കുന്നു. അധ്യയന വർഷാരംഭത്തിൽ തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു. സർക്കാർ പദ്ധതിയായ ഉച്ചഭക്ഷണം, സ്പെഷ്യൽ അരി, പാൽ, മുട്ട എന്നിവ നമ്മുടെ സ്കൂളിൽ നൽകി വരുന്നു. നോൺ മീൽ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന സിസ്റ്റർ ജിയോ ട്രീസ, സിസ്റ്റർ മെർലിൻ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. ഓരോ മാസവും 2 സ്റ്റാഫ് മീറ്റിംഗ്, 2 SRG എന്നീ ക്രമത്തിൽ അധ്യാപകർ ഒത്തുചേർന്ന് സ്കൂൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. അധ്യാപക സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ ജന്മദിനാഘോഷങ്ങളും സ്റ്റാഫ് ടൂറും സംഘടിപ്പിച്ചു. 1-2 ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളായ സംയുക്ത ഡയറി, സചിത്ര പാഠാവലി, 3-4 ക്ലാസ്സുകളിലെ സർഗാത്മക ഡയറി എന്നിവയിലൂടെ കുട്ടികളിലെ സർഗാത്മകതയും പഠന താല്പര്യവും വളർത്തുന്നതിനുള്ള അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. 3-ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായ നാടൻ പലഹാരമേള, ബേസിക് സയൻസ് പഠന പ്രവർത്തനമായ ഫുഡ് ഫെസ്റ്റ്, സോഷ്യൽ സയൻസ് പഠന പ്രവർത്തനമായ പഴയകാല ഗൃഹോപകരണ ശേഖരം ഇവ കുട്ടികളിൽ കൗതുകമുണർത്തി. അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാരം
LSS, USS, FLS പരീക്ഷകൾക്ക് അധ്യാപകർ പരിശീലനം നൽകി വരുന്നു. കഴിഞ്ഞ വർഷം LSS പരീക്ഷയിൽ 6 കുട്ടികൾ ജുവിൻജോ ആന്റണി, അബ്ബ ജോർജ്, ജോവാൻ ജോബി, ആദിൽ MB, ഹന്ന മരിയ, സെറാഫിൻ സിജോ എന്നിവരും USS പരീക്ഷയിൽ എൽസ കുഴുവേലിയും മികച്ച വിജയം കരസ്ഥമാക്കി. LSS പരീക്ഷകളിൽ ഏറ്റവും മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെ ലിറ്റിൽ മാസ്റ്റേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ചങ്ങനാശ്ശേരി ഉപജില്ലയിലെ മികച്ച 10 കുട്ടികളിൽ നമ്മുടെ സ്കൂളിലെ മാസ്റ്റർ ജുവിൻജോ ആന്റണി, ആൻഡ്രിയ അന്ന ബിനോയ് എന്നിവരും കോട്ടയം ജില്ലയിലെ USS പ്രതിഭകൾക്കായുള്ള ഗിഫ്റ്റഡ് ചിൽഡ്രൻ പദ്ധതിയിലേക്ക് എൽസ കുഴുവേലിയും തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സ്കൂളിന് അഭിമാനമായി മാറി. സംസ്കൃതം സുഗമ ഹിന്ദി പരീക്ഷകളിൽ അധ്യാപകർ മികച്ച പരിശീലനം നൽകുകയും കുട്ടികൾ സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ ആധ്യാത്മിക ഉന്നമനം ലക്ഷ്യമാക്കി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വേദപാഠവും സന്മാർഗപാഠവും നടത്തിവരുന്നു. ആത്മീയ ഉണർവ് കുട്ടികളിൽ ഉണ്ടാക്കുവാൻ എല്ലാ ബുധനാഴ്ചയിലും KCSL കുട്ടികളുടെ നേതൃത്വത്തിൽ ജപമാല റാലി നടത്തുന്നു. കുട്ടികൾക്ക് മെച്ചപ്പെട്ട കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നതിന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കമ്പ്യൂട്ടർ ലാബ്, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവ പ്രവർത്തിക്കുന്നു. കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം ജാൻസി ടീച്ചർ നൽകി വരുന്നു. ക്ലാസ് PTA യഥാസമയം നടത്തി രക്ഷകർത്താക്കളെ പഠന നിലവാരം ബോധ്യപ്പെടുത്തുന്നു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി. സ്കൂൾ ലീഡേഴ്സായി കുമാരി ആൽഭ ജോൺ, മാസ്റ്റർ ആരോൺ വർഗീസ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. സിസ്റ്റർ ടെൻസി, സിസ്റ്റർ അൻസു, സിസ്റ്റർ മെർലിൻ എന്നിവരുടെ നേതൃത്വത്തിൽ കബാൻ ബുൾബുളിന്റെ ഒരു യൂണിറ്റ്, സിസ്റ്റർ ഷാരോൺ, ആലീസ് ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ ബാൻസെറ്റ്, സിസ്റ്റർ ടെൻസി, നിഖില മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ DCL വിദ്യാരംഗം, സിസ്റ്റർ ഷാരോൺ, സിസ്റ്റർ നിത്യ എന്നിവരുടെ നേതൃത്വത്തിൽ KCSL ഇവ കുട്ടികളിൽ മൂല്യബോധവും സംഘടനാശേഷിയും വളർത്താൻ ഉതകുന്നതാണ്. 2000-ൽ പരം പുസ്തകങ്ങളുമായി ഒരു ലൈബ്രറി നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. ഇരവുചിറ ഫ്രണ്ട്സ് ക്ലബ് ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെയും അധ്യാപകനും ലൈബ്രറി സെക്രട്ടറിയുമായ ശ്രീ ജോമോൻ മാത്യുവിൻ്റെയും നേതൃത്വത്തിൽ ആഴ്ചയിൽ 2 തവണ കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകുകയും വർഷത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച് മികച്ച വായനാക്കുറിപ്പ് തയ്യാറാക്കുന്ന 2 കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകുകയും ചെയ്യുന്നു. കുട്ടികളിൽ മാനസികോല്ലാസം വളർത്തുന്നതിനായി LP, UP കുട്ടികൾക്ക് പഠന വിനോദയാത്ര സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് മികച്ച കായിക പരിശീലനം ശ്രീ ജോമോൻ മാത്യു, ശ്രീ സച്ചിൻ ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ നൽകി വരുന്നു. ദിനാചരണങ്ങൾ: പരിസ്ഥിതി ദിനം, ലഹരി വിരുദ്ധ ദിനം, അധ്യാപക ദിനം, വായനാ ദിനം, ബഷീർ ദിനം, സ്വാതന്ത്ര്യ ദിനം, ഗാന്ധി ജയന്തി, ശിശുദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം, ഓണം, ക്രിസ്മസ് എന്നീ ആഘോഷങ്ങളും നമ്മുടെ സ്കൂളിൽ വിവിധ കലാപരിപാടികളോടെ നടത്തി. ഇവയുടെ വീഡിയോകൾ നമ്മുടെ സ്കൂൾ YouTube ചാനലിൽ ലഭ്യമാണ്. മികവിൻ്റെ മാറ്റുരച്ച നിമിഷങ്ങൾ: ഒക്ടോബർ 16, 17 തീയതികളിലായി AVHSS കുറിശ്ശിയിലും MAM UPS കുറിശ്ശിയിലും നടന്ന ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യ, പ്രവൃത്തി പരിചയമേളകളിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുത്ത് മികച്ച വിജയം കൈവരിച്ചു. ഇത്തിത്താനം ഹയർ സെക്കൻഡറി സ്കൂൾ മലകുന്നത്ത് നടന്ന സംസ്കൃതി 2K25 കലോത്സവത്തിലും സംസ്കൃതോത്സവത്തിലും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അഭിനന്ദനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചു. ചങ്ങനാശ്ശേരി ഉപജില്ലാ തലത്തിൽ നടത്തിയ ന്യൂമാക്സ് പരീക്ഷയിൽ റൂറൽ വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിലെ ലിയാന സിജോ 2ാം സ്ഥാനം കരസ്ഥമാക്കി. ചങ്ങനാശ്ശേരി റേഡിയോ മീഡിയ വില്ലേജിൽ ശിശുദിനത്തിന്റെ ഭാഗമായി നടത്തിയ കുട്ടിച്ചാച്ചാജി മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ എഡ്വിൻ സിറിൽ, ഷോൺ വിനോദ് എന്നിവർ കുട്ടിച്ചാച്ചാജിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. വാകത്താനം പഞ്ചായത്തിൽ നടത്തിയ വിദ്യാർത്ഥി ഹരിതസേന ഇക്കോസൻ സ്കോളർഷിപ്പ് മികച്ച വിദ്യാലയമായി നമ്മുടെ സ്കൂളിനെ തെരഞ്ഞെടുത്തത് ഏറെ അഭിമാനകരമാണ്. വാകത്താനം പഞ്ചായത്തിലെ സമ്പൂർണ്ണ മാലിന്യമുക്ത സ്ഥാപനത്തിനുള്ള അവാർഡ് നമ്മുടെ വിദ്യാലയത്തിന് ലഭിച്ചു. ചങ്ങനാശ്ശേരി ഉപജില്ലാ തലത്തിൽ നടത്തിയ കായികമേളയിൽ UP വിഭാഗം ഓവറോൾ ഫസ്റ്റ് കരസ്ഥമാക്കി നമ്മുടെ കുട്ടികൾ സ്കൂളിന് അഭിമാനമായി. DCL സ്കോളർഷിപ്പ് പരീക്ഷയിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥിനി ഇവ മരിയ സിറിൽ സ്കോളർഷിപ്പിന് അർഹയായി. ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ലഭിച്ചു. ഇതര പ്രവർത്തനങ്ങൾ: ജനറൽ PTയോടനുബന്ധിച്ച് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീ മാത്യു പോൾ നയിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമായി നടത്തപ്പെട്ടു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികസനത്തിനുമായി CMI വൈദികരുടെ നേതൃത്വത്തിൽ ഏകദിന ധ്യാനവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഏർപ്പെടുത്തി 2 സ്കൂൾ ബസ്സുകൾ പ്രവർത്തിച്ചു വരുന്നു. കുട്ടികൾക്ക് നോട്ട്ബുക്കുകളും മറ്റ് അവശ്യ സാധനങ്ങളും മിതമായ വിലയിൽ നൽകുന്നതിന്
ഒരു സ്റ്റേഷനറി യൂണിറ്റും പാഠപുസ്തകങ്ങൾ യഥാസമയം നൽകുന്നതിനായി കോർപ്പറേറ്റീവ് സൊസൈറ്റിയും സിസ്റ്റർ ജോയലിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. KCSL കുട്ടികളും അധ്യാപകരും ഭരണങ്ങാനം അൽഫോൻസാമയുടെ കബറിടം, കുടമാളൂർ ജന്മഗൃഹം, മാന്നാനം വിശുദ്ധ ചാവറയച്ചന്റെ കബറിടം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. ദീപിക കളർ ഇന്ത്യ മത്സരവും ദേശാഭിമാനി അക്ഷരമുറ്റം കിസ് മത്സരവും DCL സ്കോളർഷിപ്പും നമ്മുടെ സ്കൂളിൽ നടത്തപ്പെട്ടു. നമ്മുടെ സ്കൂൾ യൂട്യൂബ് ചാനലിൽ സ്കൂളിൽ നടത്തുന്ന പ്രോഗ്രാമുകളെ വിലയിരുത്തി ജിയോ ന്യൂസ് എന്ന പേരിൽ ഒരു വാർത്താധിഷ്ഠിത പ്രോഗ്രാം എല്ലാ മാസവും അപ്ലോഡ് ചെയ്തു വരുന്നു. കുട്ടികളുടെ സർഗാത്മക വളർത്തുന്നതിനായി ജിയോ റേഡിയോ എന്ന പേരിൽ സ്കൂൾ റേഡിയോ സംപ്രേഷണം നടത്തി വരുന്നു. ഇരവചിറ സെന്റ് മേരീസ് ഇടവക വികാരി റവറന്റ് ഫാദർ ജെയിംസ് അത്തിക്കളം സ്കൂൾ ഡേയോടനുബന്ധിച്ച് സ്കൂൾ വെഞ്ചരിപ്പും തിരുഹൃദയ പ്രതിഷ്ഠയും നടത്തി. കുട്ടികളിൽ ദാനശീലവും ഔദാര്യ മനസ്സും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന നിത്യോപയോഗ സാധനങ്ങൾ അധ്യാപകർ ശേഖരിച്ച് ഇരവചിറയിലെ സ്നേഹാലയത്തിൽ എത്തിച്ചു. ഇരവചിറ കണ്ട്രാമറ്റം ഫാമിലിയുടെ നേതൃത്വത്തിൽ സിസ്റ്റർ ഫ്ലാവിയ FCC സ്മാരക ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ നമ്മുടെ സ്കൂളിൽ നടത്തി. വിജയികൾക്ക് ക്യാഷ് അവാർഡും സമ്മാനങ്ങളും നൽകി. ആദരപൂർവം ഗുരുശ്രേഷ്ഠർക്ക് ക്രൈസ്തവ ആദർശങ്ങൾ മുറുകെ പിടിച്ച് തലമുറകളിൽ വിജ്ഞാന ദീപ്തി ചൊരിഞ്ഞ ഗുരുശ്രേഷ്ഠ റെവറന്റ് സിസ്റ്റർ കരുണ FCC അറിവിനൊപ്പം മൂല്യബോധങ്ങളും നന്മകളും സ്നേഹത്തിൽ ചാലിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടുവോളം പകർന്നു നൽകുന്ന സിസ്റ്റർ കരുണ 1996 മൺട്രോ തുരുത്ത് സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപികയായി സേവനം ആരംഭിച്ചു. തുടർന്ന് 2008 സെന്റ് ജോർജ് UP സ്കൂളിൽ അധ്യാപികയായും 2021 മുതൽ പ്രഥമ അധ്യാപികയുമായി സേവനം ചെയ്യുന്നു. ഈശ്വര വിശ്വാസവും അർപ്പണ മനോഭാവവും തന്റെ കർമ്മമണ്ഡലത്തിൽ ഏറെ ചടുലതയോടും വ്യതിരക്തതയോടും കൂടി പ്രവർത്തിക്കാൻ സിസ്റ്ററിനെ സഹായിച്ചു. ഒരമ്മയുടെ സ്നേഹത്തോടും ഒരു നേതാവിന്റെ തീക്ഷ്ണതയോടും കൂടി ഈ കലാലയത്തിന്റെ സർവോന്മുഖമായ വികസനത്തിന് നേതൃത്വം നൽകിയതിന് 1000 നന്ദി. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കരുണാമ്മയ്ക്ക് സ്നേഹാശംസകളോടെ ഹൃദയത്തിൽ ചാലിച്ച യാത്രാമംഗളങ്ങൾ. വിദ്യാനാം വിനയേന ശോഭതേ. ക്ലാസിക്കൽ ഭാഷയായ സംസ്കൃതം വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച ഗുരുവന്യ റെവറന്റ് സിസ്റ്റർ ജോയൽ FCC 1990 പമ്പാവാലി സെന്റ് തോമസ് സ്കൂളിൽ അധ്യാപികയായി സേവനം ആരംഭിച്ചു. തുടർന്ന് നമ്മുടെ സ്കൂളിൽ സംസ്കൃതം അധ്യാപികയായും സ്കൂൾ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറിയായും തന്റെ 33 വർഷത്തെ സുദീർഘ സേവനത്തിന് ശേഷം ഈ കലാലയത്തിൽ നിന്ന് പടിയിറങ്ങുന്നു. സംസ്കൃത കലോത്സവത്തിൽ നിരവധി പ്രതിഭകളെ കണ്ടെത്തി വിജയകിരീടം അണിയിച്ച സിസ്റ്റർ എല്ലാ വർഷവും നിരവധി കുട്ടികൾക്ക് സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയെടുക്കുവാൻ അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രേരക ശക്തിയായി പ്രവർത്തിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ജോയൽ സിസ്റ്ററാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയൽ അമ്മയ്ക്ക് സ്നേഹപൂർവ്വം യാത്രാമംഗളങ്ങൾ നേരുന്നു. സ്നേഹപൂർവ്വം തങ്കമ്മ ചേച്ചിക്ക് നീണ്ട 37 വർഷങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് സ്നേഹത്തോടെ ആഹാരം പാകം ചെയ്ത് നൽകിയ തങ്കമ്മ ചേച്ചി ഈ വർഷം കലാലയത്തിൽ നിന്ന് പടിയിറങ്ങുന്നു. അമ്മയുടെ കൈപുണ്യത്തോടെ ചേച്ചി ഉണ്ടാക്കി തരുന്ന രുചിയുള്ള ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടി പോലും നമ്മുടെ സ്കൂളിലില്ല. തലമുറകളോളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും സ്നേഹവും വിളമ്പിയ ചേച്ചിയുടെ സേവനം വിലമതിക്കാനാവാത്തതാണ്. ആയിരക്കണക്കിന് കുട്ടികളുടെ വിശപ്പകറ്റിയ കുട്ടികളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞങ്ങളുടെ തങ്കമ്മ ചേച്ചിക്ക് സ്നേഹത്തോടെ യാത്രാമംഗളങ്ങൾ നേരുന്നു. ഓർമ്മകളിൽ എന്നെന്നും നമ്മുടെ സ്കൂളിൽ അധ്യാപികയായും ഹെഡ് മിസ്ട്രസ്സായും സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട ഭർത്താമ്മ റെവറന്റ് സിസ്റ്റർ കൊള്ളറ്റ്, മുൻ കായികാധ്യാപകനായിരുന്ന EM അന്ത്രയോ സാർ, KV ചെറിയാൻ സാർ എന്നിവരുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ കൂപ്പുകൈകളോടെ പ്രണാമം. നന്ദിയോടെ സെന്റ് ജോർജ് UP സ്കൂളിന്റെ സമഗ്രമായ ഉന്നമനത്തിന് ചുക്കാൻ പിടിക്കുന്ന ചങ്ങനാശ്ശേരി ദൈവമാതാ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റെവറന്റ് സിസ്റ്റർ ബ്രിജി FCCക്കും വിദ്യാഭ്യാസ കൗൺസിലർ റെവറന്റ് സിസ്റ്റർ ബ്ലസിയായിക്കും പ്രൊവിൻഷ്യൽ ടീമിനും ലോക്കൽ മാനേജർ റെവറന്റ് സിസ്റ്റർ ബ്രിജിറ്റിനും ഹെഡ് മിസ്റ്റേഴ്സ് റെവറന്റ് സിസ്റ്റർ കരുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കാലാകാലങ്ങളായി പഞ്ചായത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും സഹായങ്ങൾക്കും നന്ദി. പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ ജോഷി ഫിലിപ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ നിമിഷം ഏറെ അഭിമാനത്തോടെ ഓർക്കുന്നു.
എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പമുള്ള PTA പ്രസിഡന്റിനും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും MPTA അംഗങ്ങൾക്കും നന്ദി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി സുനിത KA, ഓഫീസ് ജീവനക്കാർ, BRC CRC അംഗങ്ങൾ, നല്ലവരായ നാട്ടുകാർ, ഇരവചര ഇടവക അംഗങ്ങൾ, വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റി അംഗങ്ങൾ, ഉപകാരികൾ, കുട്ടികൾക്കായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ സുമനസ്സുകൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ നൽകി സഹായിക്കുന്ന വിവിധ സംഘടനാ അംഗങ്ങളെയും ഇരവുചിറയിലെ ഭക്തസംഘടനകളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇരവുചിറ സെന്റ് മേരീസ് ദേവാലയത്തിലെ വികാരി റെവറൻഡ് ഫാദർ ജെയിംസ് അത്തിക്കളത്തിനും പ്രാർത്ഥനയിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഇരവുചിറ മഠത്തിലെ എല്ലാ സിസ്റ്റേഴ്സിനും ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ സെന്റ് ഫ്രാൻസിസ് നഴ്സറിയിലെ ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ ആശാ മേരിക്കും എല്ലാ അധ്യാപകർക്കും നന്ദി. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഉമ്മൻചാണ്ടി വിദ്യാഹസ്തം സഹായനിധിയിൽ നിന്ന് നമ്മുടെ സ്കൂളിലെ 10 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചത് ഏറെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ MLA ശ്രീ ചാണ്ടി ഉമ്മൻ സ്കൂൾ പാചകപ്പുരയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിച്ചതും നന്ദിയോടെ ഓർക്കുന്നു. 1.5 വർഷക്കാലം നമ്മുടെ സ്കൂളിൽ ഹെഡ് ടീച്ചറായി സേവനം അനുഷ്ഠിച്ച ശ്രീമതി പ്രീജ ടീച്ചറിനും നന്ദി. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീന കുന്നത്ത് സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ നൽകിയത് നന്ദിയോടെ ഓർക്കുന്നു. BRCയിൽ നിന്ന് 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ആവശ്യമായ സ്പോർട്സ് കിറ്റ് നൽകിയതും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. കുട്ടികളുടെ ഡാൻസ് പരിശീലകനായ ശ്രീ മനോജ് സാറിനും പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന സിസ്റ്റർ ജിയോ ട്രീസ, സിസ്റ്റർ നിത്യ എന്നിവരെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ സ്കൂളിലെ കുട്ടികളെ സുരക്ഷിതരായി സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും എത്തിക്കാൻ നേതൃത്വം നൽകുന്ന സിസ്റ്റർ ജെസ്സി ആൻഡോയ്ക്കും സ്കൂൾ ബസ് ജീവനക്കാരായ ശ്രീ മാത്തുക്കുട്ടി ചേട്ടനും ബിജു ചേട്ടനും ജോളി ചേച്ചിക്കും ലില്ലിക്കുട്ടി ചേച്ചിക്കും ഓഫീസ് അസിസ്റ്റന്റ് ബിനോയ് ചേട്ടനും ഏറെ നന്ദി. തൻ്റെ അനന്ത പരിപാലനയുടെ കീഴിൽ ഞങ്ങളെ സംരക്ഷിച്ച് നാളിതുവരെ കൈപിടിച്ചു നടത്തിയ സർവശക്തനായ ദൈവത്തിനും നന്ദി. സ്കൂളിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിനോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പൊതുജനസമക്ഷം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.